കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിൽ പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ട ആൾമാറാട്ടക്കള്ളൻ ഒടുവിൽ പോലീസിന്റെ പിടിയിൽ. ഉദുമയിലെ റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുഷ്പലത ജ്വല്ലറിയിൽ നിന്ന് 2,60,000 രൂപ വില വരുന്ന ആഭരണങ്ങൾ വാങ്ങി മുങ്ങിയ കേസിൽ ഗോവയിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. പല കാര്യങ്ങൾ പറഞ്ഞ് പല ഉടായ്പകളിലായി പലരിൽ നിന്ന് ചെറുതും വലുതുമായ വലിയ തുകകളാണ് ഇയാൾ കൈക്കലാക്കിയിട്ടുള്ളതെന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം. മോഷ്ടിച്ചും തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് ഗോവയിൽ ആനന്ദമാടുകയാണ് പ്രതിയുടെ സ്ഥിരം രീതി. കണ്ടാൽ ഒരു പോലീസുകാരനോ ഏതെങ്കിലും സേനാംഗമെന്നോ സംശയിച്ചു പോകും. നല്ല വാക്ചാതുര്യമുണ്ട്. ആർക്കും സംശയം തോന്നാത്ത വിധം സംസാരിച്ച് വലയിലാക്കാനുള്ള കഴിവ്. കാസർഗോഡ് ഉദുമയിലെ പുഷ്പലത ജ്വല്ലറിയിൽ നിന്നും 2 പവനോളം വരുന്ന ആഭരണം കൈക്കലാക്കി പണം നൽകാതെ മുങ്ങി ബേക്കൽ പോലീസിന്റെ പിടിയിലായ വർക്കല സ്വദേശി മനു ഇതിനകം നടത്തിയത് ചെറുതും വലുതുമായ നിരവധി തട്ടിപ്പുകൾ. ജ്വല്ലറിയിൽ നിന്നും കൈക്കലാക്കിയ സ്വർണം മംഗളൂരുവിൽ വിറ്റ് പണമായിട്ടാണ് കൈപ്പറ്റിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ജ്വല്ലറികളിൽ വിറ്റാൽ പണം അക്കൗണ്ടിലേക്ക് നൽകുന്നത് ഒഴിവാക്കാനാണ് മറ്റിടങ്ങളിൽ വിറ്റതെന്നാണ് പോലീസ് നിഗമനം. ഇങ്ങനെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അടിച്ചുപൊളിച്ച് കറങ്ങിയ ശേഷം അടുത്ത തട്ടിപ്പിനിറങ്ങുന്നതാണ് രീതി. കാസർഗോഡ് ഉദുമയിലെ ജ്വല്ലറിയിൽ അഖിൽ രാജ് എന്ന ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനാണെന്നും കൊല്ലം സ്വദേശിയാണെന്നും പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. 2 തവണയും തുക ഓൺലൈനായി അക്കൗണ്ടിലേക്ക് അയച്ചതിന്റെ വ്യാജ സന്ദേശവും കാണിച്ച് ബോധ്യപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾ മുമ്പൊരിക്കൽ വന്നൊരു പരിചയം ഉണ്ടല്ലോ, ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പ് വന്നു കാസർഗോഡ് സ്റ്റേഷനിലാണ് പണിയുണ്ടാകുമ്പോൾ ഞാനും ഭാര്യയും വന്നൊരു ചെറിയൊരു കമ്മലെടുത്തിന്. അന്ന് പൈസ തന്നേന് ഒരു വർഷം മുമ്പ്. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങൾക്കിടെ ജോലി, ഞാൻ പോലീസാണ്, ക്രൈം പോലീസാണ്, ബേക്കൽ പോലീസിലെ കാഞ്ഞങ്ങാടിലെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിവിടെ മുതിയക്കാലാണ് താമസം. അങ്ങനെ ഇതാണ് അവരിത് എടുത്തിട്ടായിട്ട് പോയും ചെയ്ത് പിന്നെ പൈസയിൽ വന്നില്ല. ഉദുമയിലെ തട്ടിപ്പിന് ശേഷം ഗോവയിൽ പെൺ സുഹൃത്തിനൊപ്പം നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്തും മറ്റും ആഡംബരം ജീവിതം നയിക്കുന്നതിനിടെയാണ് പിടിയിലാകുന്നത്. മനുവിൽ നിന്ന് പല പേരുകളിലുള്ള ആധാർ കാർഡ്, ATM കാർഡ് ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ തിരിച്ചറിയൽ കാർഡും ഇയാൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്വല്ലറിയിലെ തട്ടിപ്പിന് മുൻപ് നേരത്തെ പാലക്കുന്നിലെ ഒരു പെട്ടിക്കടക്കാരൻ്റെ അടുത്ത് മിലിറ്ററിക്കാരനാണെന്ന് പരിചയപ്പെടുത്തി 3,500 രൂപ കൈപ്പറ്റി. അവധിക്ക് വരുമ്പോൾ 12,000 രൂപ വരുന്ന സിഗരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും 3,000 രൂപ തന്നാൽ അത് നൽകാമെന്നും പറഞ്ഞായിരുന്നു പറ്റിച്ചത്. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമായതിനാൽ പെട്ടിക്കടക്കാരൻ 3,500 രൂപ നൽകുകയായിരുന്നു. മറ്റൊരു കടക്കാരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത എണ്ണ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 4,000 രൂപ വാങ്ങിയ വിവരവും ഇയാളുടെ അറസ്റ്റിന് പിറകെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലായിടത്തും സമീപിക്കുന്ന ആളുകളുടെ പരിചയത്തിലുള്ളവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞാണ് വിശ്വാസത്തിലെടുക്കുന്നത്. അതിനാൽ ആരും കബളിപ്പിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ കാസർഗോഡ് ജില്ലയിൽ കറങ്ങി നടന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.